വ്യാജമുടിയുമായി കേരളീയ മണ്ഡലത്തിലെത്തി നാണംകെട്ട വിഘടിതരുടെ കാപട്യം ആദ്യമായി സമൂഹമധ്യ ബോധ്യപ്പെടുത്തിയ ഉശിരുള്ള പ്രഭാഷകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫലി അമ്പലക്കടവ് ഏതാനും സമയത്തിനകം സദസ്സിനെ അഭിമുഖീകരിക്കും. ബഹുമാന്യരായ ഉമ്മത്തിന്റെ ആത്മീയ നായകർ പാണക്കാട് സയ്യിദ് ഹൈദൽ ശിഹാബ് തങ്ങളുടെ സമാപന പ്രാർത്ഥനയും ബാക്കി നിൽക്കെ കൈരളിയുടെ ആദർശ പടനിലങ്ങളിൽ അറബിന്റെ പടച്ചട്ടയണിഞ്ഞ് ശത്രുനിരക്ക് നേരെ വാക്കുകളും വരികളും മൂർച്ചയുള്ള ആയുധങ്ങളായി പ്രയോഗിച്ച് തേര് തെളിയിക്കുന്ന, ഒരിക്കൽ പോലും എതിരാളികളുടെ കാൽക്കീഴിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നിട്ടില്ലാത്ത സമസ്തയുടെ പ്രഭാഷണ വേദികളിലെ ചീഫ് കമാൻഡർ, കള്ളിമുണ്ടും മുറിക്കയ്യൻ ബനിയനും അരയിൽ വീതിയേറിയ ബെൽറ്റും ധരിച്ച് കല്ലും വടിയും കത്തിയും ആയുധമാക്കി തിളക്കുന്ന ഈമാനികാവേശവും ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും കൊണ്ട് അധിനിവേശ പിശാചുക്കളുടെ പീരങ്കിപ്പടയെ നെഞ്ചുവിരിച്ച് എതിരിട്ട് ഒടുവിൽ വീരരക്തസാക്ഷിത്വം വഹിച്ച മാപ്പിള പോരാളികളുടെ രക്തമുറ്റി വീണ പൂക്കോട്ടൂരിന്റെ മണ്ണിൽ കിളിർത്തു വളർന്ന പകരക്കാരനില്ലാത്ത പ്രഭാഷകൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അനുബന്ധ ഘടകങ്ങളുടെയും ശക്തനായ വക്താവ് ജനാബ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് ജാമിയയുടെ തിരുമുറ്റത്ത് രൂപപ്പെട്ട മനുഷ്യക്കടലിനെ അഭിമുഖീകരിച്ച് പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം അധ്യക്ഷന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സമാദരണീയരായ നമ്മുടെ വേദിയിലെ ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷനും നമ്മുടെ പ്രതീക്ഷയുമായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അഭിവന്ദ്യനായ സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യദർശി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ നേതാക്കൾ, ബഹുമാനപ്പെട്ട വാപ്പുസ്ലിയാർ, ജാമ്യയിലെ അഭിവന്ദ്യരായ ഗുരുവര്യന്മാർ, അഭിവന്ദ്യനായ ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, ഈ വേദിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന എന്റെ സഹപ്രവർത്തകൻ അബ്ദുൽ ഹമീദ് വൈസി അടക്കമുള്ള നമ്മുടെ വേദിയിലെ ബഹുമാന്യരായ പ്രാസ്ഥാനിക നായകന്മാർ, പണ്ഡിതന്മാർ, സമയമേറെ വൈകിയതുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സമയദൈർഘ്യമുണ്ടാക്കുന്നില്ല. ജാമ്യയുടെ തിരുമുറ്റത്ത് ഈ സമ്മേളനം വർണ്ണാഭമാക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കർമ്മധീരരായ നേതാക്കളെ, യുവ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട പ്രാസ്ഥാനിക സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഏറെ വൈകിയും പ്രാസ്ഥാനിക പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ജീവസുറ്റ ഘടകം, അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന നമ്മുടെ ഈ മഹിതമായ സ്ഥാപനത്തിന്റെ സന്ദേശം ബഹുജനങ്ങളിലേക്ക് കൈമാറുന്നതിനു വേണ്ടി ഈ സമ്മേളന നഗരിയിൽ ഇനിയും കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ യുവ പണ്ഡിതന്മാർ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കർമ്മവീഥിയെക്കുറിച്ചും അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ആധികാരികമായി നമ്മുടെ മഹോന്നതരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജാമ്യയുടെ പ്രിൻസിപ്പളും നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങളും സന്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു. അത്തരമൊരു സന്ദേശമോ ഉപദേശമോ നൽകാൻ ഞാൻ യോഗ്യനല്ലെങ്കിലും ഈ കർമ്മമണ്ഡലത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും പണ്ഡിതന്മാരുമായ യുവപണ്ഡിതന്മാർ കർമ്മഭൂമിയിൽ തിളങ്ങാൻ കെൽപ്പുള്ളവരായിരിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അള്ളാഹു അതിന് നിങ്ങൾക്ക് കരുത്ത് നൽകുമാറാവട്ടെ. കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തെ ഇന്ത്യ മഹാരാജ്യത്തിന് മാതൃകയായി സമർപ്പിച്ച വളരെ മനോഹരമായൊരു ചൈതന്യം മതരംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുമൊക്കെ നമുക്കുണ്ടാക്കി തന്ന നമ്മുടെ പൂർവ്വകാല മഹത്തുക്കളായ പണ്ഡിതന്മാരെ സ്മരിക്കുന്ന ഒരു സന്ദർഭമാണിത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുതൽ പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ, ശംസുല്ലമ അടക്കമുള്ള കൊട്ടുമുൽ ഉസ്താദ് അടക്കമുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാരുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ മഹാന്മാർക്കൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗ്ഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളക്കരയിലെ ഇസ്ലാമിക നവോത്ഥാന ചൈതന്യത്തിന്
വിത്തുപാവുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ തുടക്കവും അതിന്റെ വളർച്ചയും ഒന്നും ഈ സമയത്ത് വിശകലനം ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ആരോപകർ സ്വയം നവോത്ഥാന നായകന്മാരായി ചമയുകയും അത് അവകാശപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനം അവരുടെ കുത്തകയാക്കി വെക്കുകയും അതനുസരിച്ച് ചില മീഡിയകൾ അവരെ പിന്തുണയ്ക്കുകയും ചെയ്തൊരു സാഹചര്യമുള്ളപ്പോൾ അത്തരം ആരോപണങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയത്തിലേക്ക് കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എതിരാളികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സേവന പ്രവർത്തനത്തെ കൊച്ചാക്കി കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ ഇത്രയും വലിയൊരു ജനസമൂഹത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സമ്മേളനമൊക്കെ നമ്മൾ നടത്തുമ്പോൾ പോലും ഇത്ര വലിയ ജനപിന്തുണയില്ലാത്ത പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കത്തക്ക വിധം നവോത്ഥാനത്തിന്റെ ശില്പികൾ അവരാണ് എന്ന് ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വസ്തുത നേരെ മറിച്ചാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴും തെറ്റായ പ്രചരണങ്ങൾക്ക് ചില മാധ്യമങ്ങൾ കൂടുതൽ സഹകരണം നൽകുന്ന സമീപനമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രധാനമായി അവർ സമസ്തക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഇന്നും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയെന്ന്. സ്ത്രീ വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകാത്തൊരു വിഭാഗമാക്കി മാറ്റി എന്നാണ് ഇപ്പോഴും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവരതിനുവേണ്ടി എടുത്തുദ്ധരിക്കാറുള്ളതും പലപ്പോഴും അവരുടെ പ്രഭാഷണത്തിലും അതുപോലെ തന്നെ എഴുത്തുകളിലും അവർ സൂചിപ്പിക്കാറുള്ളതും 1930 മാർച്ച് മാസത്തിൽ മണ്ണാർക്കാട്ട് വെച്ച് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 4ാം വാർഷിക മഹാസമ്മേളനത്തിൽ സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് പഠിപ്പിക്കേണ്ടത് നൂൽക്കലും അതുപോലെ തന്നെ സൂനത്തുന്നൂറുമാണ് എന്ന വചനം അത് എടുത്തുധരിച്ചുകൊണ്ടൊരു പ്രമേയം അവിടെ പാസാക്കിയിരുന്നു. ആ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ സമസ്തക്കാർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണ് എന്നാണ് പ്രചരണം. ഇന്നും ചില പ്രഭാഷകന്മാരത് പ്രസംഗിക്കുന്നു. നമ്മുടെ ചില ചെറുപ്പക്കാരായ ആളുകളൊക്കെ പല പ്രദേശങ്ങളിൽ നമ്മുടെ പ്രസംഗത്തിന് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഇന്ന സെമിനാറിൽ ഈ രീതിയിൽ സൂചിപ്പിച്ചു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഹാക്കിം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഇമാം ബൈഹഖി തങ്ങൾ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ പ്രാമാണികമായ പണ്ഡിതന്മാർ മഹത്തുക്കളുടെ വചനങ്ങൾ സമൂഹത്തിന് എടുത്തുധരിച്ചു കൊടുത്തു എന്നതിലുപരി സ്ത്രീകൾ ഇൽമ പഠിക്കരുതെന്നോ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുതെന്നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതേ തത്വാംശം ഈ നവോത്ഥാന നായകർ അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ശില്പികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ മറ്റൊരു രീതിയിൽ എഴുതി വെക്കുമ്പോൾ അതേക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ലല്ലോ. മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനം 7ാം സംസ്ഥാന സമ്മേളനം പനമരത്ത് നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ സുവനീർ പ്രസിദ്ധീകരിച്ചത് നമ്മളൊന്ന് വായിച്ചാൽ നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയും. സുവനീറിന്റെ 74ാം പേജിൽ ഇബ്നു ബാസിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫതാവ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ചോദ്യവും മറുപടിയും അതിൽ പച്ച മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് ഏതൊരാൾക്കും കാണുവാൻ കഴിയും. അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കൽ അനിവാര്യമാണോ എന്നാണ് ചോദ്യം. അർത്ഥം ആധുനിക വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ്. അതിന് അദ്ദേഹം ഇബ്നു ബാസ് പറയുന്ന മറുപടി അവർ അപ്പടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് അനാവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബി ഭാഷയും അതുപോലെ പരിശുദ്ധ ഖുർആനും മാത്രമേ അവരുടെ പ്രകൃതിക്ക് യോജിക്കൂ, അല്ലാത്തൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി ഇതിന് മറുപടി നൽകുന്നു. എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഫിസിക്സ്, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം ഇതൊന്നും സ്ത്രീകൾക്ക് പഠിപ്പിക്കൽ അനുവദനീയമായ കാര്യങ്ങളല്ല, അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇബ്നു ബാസ് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കുവാനും അത് സമ്മേളന സുവരിൽ എഴുതുവാനും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധ്യമാണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേക്കിട്ട് കയറുന്നതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നിരർത്ഥകമായ ഒരു വാദമല്ലേ അവരുന്നയിക്കുന്നത്? എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക രീതിയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഘട്ടത്തിൽ സ്ത്രീകളെ അച്ചടക്കത്തോടുകൂടി അതിന്റെ പരിധിയിലും പരിമിതിയിലും നിർത്തിക്കൊണ്ട് മനോഹരമായ വിദ്യാഭ്യാസം കൊടുത്തു. ഇന്ന് അവർക്ക് പ്രത്യേകം വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനമുണ്ടാക്കി. മാത്രമല്ല സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് മദ്രസ സംവിധാനം കൊണ്ടുവന്നപ്പോൾ അതിന്റെ 2ാമത്തെ മദ്രസ തന്നെ പറവണ്ണയിൽ മദ്രസത്തുൽ ബനാത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായി വിദ്യ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചു. അങ്ങനെയുള്ള കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അടുത്ത കാലത്തല്ലേ നമ്മുടെ നാട്ടിലൊക്കെ 100% സാക്ഷരത കൈവരിച്ചു എന്ന് പറഞ്ഞ് മലയാള ഭാഷയിൽ സാക്ഷരരായ ആളുകളുടെ ആഘോഷമൊക്കെ കൊണ്ടാടിയത്. അതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളക്കരയിലെ ഓരോ മുസ്ലിം കുടുംബത്തിലെയും ഉമ്മമാർ ശരിക്ക് അറബി മലയാള ഭാഷ എഴുതുവാനും വായിക്കുവാനും മനോഹരമായി ഇവിടെ പഠിച്ചിരുന്നുവല്ലോ. അറബി മലയാള ഭാഷ അറിയാത്ത ഏത് സ്ത്രീകളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നത്? ഒരു മനോഹരമായ ഭാഷ ഈ സമൂഹം സംവിധാനിക്കുകയും അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അതുവഴി ഇവിടെ നിസ്കാര കണക്കും അതുപോലെ തന്നെ മൊഹീദ്ദീൻ മാലയും ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിച്ചു പകർത്തിയ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഭക്ഷണം കഴിക്കാൻ വീടുകളിൽ വരുന്ന മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഇൽമ പഠിച്ചുകൊണ്ട് മസ്അലകൾ ചോദിച്ചറിഞ്ഞുകൊണ്ട്
10 കിതാബ് പോലും ഓതിക്കൊണ്ട് ആ മുതഅല്ലിമീങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൽമു പഠിച്ച നല്ല ബുദ്ധിശക്തിയുള്ള വിവേകമുള്ള ദീനീബോധമുള്ള ഉമ്മമാർ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരുന്നു. ആ നവോത്ഥാനം ഈ സമൂഹത്തിൽ ആരാ ഉണ്ടാക്കിയത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മുടെ മഹത്തുക്കളായ പൂർവ്വകാല ആലിമീങ്ങളാണ് ആ പ്രവർത്തനം ഈ സമൂഹത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന വാദം നിരർത്ഥകമാണ് എന്ന് ചരിത്രബോധമുള്ളവർക്ക് ചരിത്രത്തിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ഇബ്നു ബാസ് എവിടുന്ന ഈ ഫത്വ കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം സൂക്ഷ്മതയുടെ ഉദാഹരണങ്ങൾ സഹിതം സമൂഹത്തെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല നേതാക്കൾ അത് ഉദ്ധരിച്ചു. അതിലപ്പുറം ഒന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തില്ല. ഇബ്നു ബാസി പറഞ്ഞതിനപ്പുറം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് പറഞ്ഞു? അദ്ദേഹം അതിനേക്കാൾ കുറച്ച് കടുത്ത ഭാഷയിലല്ലേ പറഞ്ഞത്? അതല്ലേ അവർ എഴുതി വെച്ചത്? സ്ത്രീകൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകേണ്ടതില്ലെന്ന് വ്യക്തമായി അവർ തന്നെ അടുത്ത കാലത്ത് സമ്മേളനം നടന്നപ്പോൾ എഴുതി വെക്കുമ്പോൾ പോലും ഇന്നും ഈ ആരോപണം സമത്വക്കെതിരെ തിരിച്ചുവിടുന്നു. സമത്വക്കാര് വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞവർ ഇവരെല്ലാവരെയും വിദ്യാഭ്യാസം നൽകി പ്രോത്സാഹിപ്പിച്ചവർ. ഈ ഒരു വിരോധാഭാസമാണ് നമ്മുടെ സമൂഹത്തിലെ മീഡിയകൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സമത്വക്കെതിരെ, സമത്വയുടെ പ്രവർത്തകർക്കെതിരെ, അതിന്റെ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല നേതാക്കൾക്കെതിരെ ഇന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എതിരായിരുന്നു. സമത്വയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ നരകത്തിലെ ഭാഷയാണ് അത് എന്ന് ഫത്വ കൊടുത്തതുകൊണ്ട് പലരും ഇംഗ്ലീഷ് പഠിക്കാതെ വന്നു. ഇത്യാദി ആരോപണങ്ങൾ സമത്വക്കെതിരെ ഉന്നയിക്കുന്ന ആളുകൾ ഓർക്കണം. ആംഗലേയ വിദ്യാഭ്യാസത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എതിർത്തവോ ഒരു ഭാഷ എന്ന രീതിയിൽ ആ ഭാഷ പഠിക്കരുത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞുവോ? മാത്രമല്ല, ഇവിടെ ബ്രിട്ടീഷുകാർ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ട് സമൂഹത്തെ സ്വാധീനിച്ച് അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടുന്ന ഏർപ്പാടാക്കി മാറ്റുന്ന ഒരു സംവിധാനം വന്നപ്പോ, മതസൗഹൃദാന്തരീക്ഷം പോലും തകരുന്നൊരു ഘട്ടമുണ്ടെന്ന് തോന്നിയപ്പോ നമ്മുടെ രാജ്യത്തെ പല ചിന്തകന്മാരും അതേക്കുറിച്ച് ഗൌരവത്തോടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമൂഹത്തിൽ സംവദിക്കുമ്പോ അവര് തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കും. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു നോക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അലിഗഡ് മുസ്ലിം വാഴ്സിറ്റി നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുമ്പോ 1857 അലിഗഡ് മുസ്ലിം വാഴ്സിറ്റി വന്നപ്പോ അലിഗഡിന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഇവിടെ വലിയ നവോത്ഥാനത്തിന്റെ വിപ്ലവം എന്ന് പറയുന്ന ആളുകൾ, വിപ്ലവത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പ്രബോധനത്തിന്റെ സ്പെഷ്യൽ പതിപ്പിൽ 1998 ഏപ്രിൽ മാസം വ്യക്തമായവർ കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ പതിപ്പിറക്കി. 1998 എന്ന് പറയുമ്പോൾ അടുത്ത കാലത്തല്ലേ? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രം വിശകലനം ചെയ്തുകൊണ്ടൊരു പതിപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ അവരതിലെഴുതി, ഈ കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ കാരണവും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അധോഗതിയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, പാശ്ചാത്യൻ ചിന്തകൾ വളർത്തുക എന്നതായിരുന്നു അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നവർ വ്യക്തമായി എഴുതി. സമത്വക്കാരല്ല അത് പറഞ്ഞത്. ആംഗ്ലോ മുഹമ്മദൻ സങ്കരവർഗത്തെ സൃഷ്ടിച്ചെടുത്തു ആ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. മാത്രമല്ല, ആദ്യകാല അലിഗഡ് സമൂഹത്തിന് നൽകിയത് കമ്മ്യൂണിസത്തിന്റെ വക്താക്കളായ കുറെ മുസ്ലിങ്ങളെയാണെന്നും അറബി അക്ഷരമാലയ്ക്ക് പകരം റോമൻ അക്ഷരമാല പഠിപ്പിക്കണം, റോമൻ അക്ഷരം ഉപയോഗിക്കണമെന്ന് വരെ അവിടെ പഠിച്ച ആളുകൾ പറഞ്ഞു. അത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് തുറന്നെഴുതിയത് കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതരായ വക്താക്കളാണ്. സമത്വക്കാരല്ല അത് പറഞ്ഞത്. ആരാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ചെറുതാക്കി കാണിച്ചത്? പഠിച്ചു നോക്കൂ നിങ്ങൾ. അവർ തന്നെ ഉദ്ധരിച്ച പുസ്തകങ്ങളിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഉദ്ധരണി പോലും അവർ പ്രസിദ്ധീകരിച്ചു. പണ്ഡിറ്റ് നെഹ്റു ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇത് ഞാൻ സ്ഥാപിച്ച ഈ യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ ലക്ഷ്യം, ഞാൻ സ്ഥാപിച്ച ആ സർവകലാശാലയുടെ മുഖ്യ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് യോഗ്യരും പ്രയോജനമുള്ളവരുമായ അടിമകളാക്കി സമർപ്പിക്കൽ മാത്രമാണ്. മാത്രമല്ല, കെ.എം. പാണ്ഡെയെ ഉദ്ധരിച്ചുകൊണ്ട് ദ ബ്രേക്കപ്പ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ കെ.എം. പാണ്ഡെ ഉദ്ധരിച്ച വാക്യം പറഞ്ഞു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായും ക്രിസ്തുമതത്തിലേക്ക് ആളെ ചേർക്കുന്ന രീതിയിലും ഒരു വിഭാഗത്തെ വാർത്തെടുത്താൽ ഭരണകൂടം ഭദ്രമാകുമെന്ന് മെക്കാളെ പ്രഭു കണ്ടെത്തുകയും അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയും മെക്കാളെ പ്രഭുവിന്റെ ഈ ആശയം ബെൻഡിക് പ്രഭുവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. ഈ വാചകം വളരെ മനോഹരമായി നമ്മുടെ രാജ്യത്ത് ബി.എൻ. പാണ്ഡെ പോലും കുറിച്ചിടുമ്പോ ആ ചിന്താഗതി ഇന്ത്യയിലെ ചില ഉന്നത നേതാക്കൾക്കുണ്ടാവുകയും അവർ ആംഗലേയ വിദ്യാഭ്യാസം എതിർക്കുകയും ചെയ്യുമ്പോ ഇസ്മയിൽ ദഹ്ലവിയെ പോലുള്ള ആളുകളല്ലേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ആദ്യം എതിർത്തത്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു നേതാവും അത് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടില്ല. മറിച്ച് ഈ സമൂഹം ബ്രിട്ടീഷുകാരുടെ ചിന്താഗതി വെച്ച് പുലർത്തുന്നതിനെയും പാശ്ചാത്യ സംസ്കാരം കൊണ്ട് നടക്കുന്നതിനെയും എതിർത്തു. ആധുനിക വിദ്യാഭ്യാസത്തെ ഒരിക്കലും എതിർത്തില്ലെന്ന് മാത്രമല്ല, 1928 താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ അതിന്റെ സമ്മേളനം 3ാം വാർഷികമായി കൊണ്ടാടുമ്പോ അവിടെ 27ാം നമ്പറായി അവതരിപ്പിക്കപ്പെട്ട പ്രമേയം ഇന്നും താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിന്റെ ചരിത്രരേഖയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ആ ചരിത്രരേഖയിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയും ഉറുദു ഭാഷയും പഠിക്കുന്നതിന് ഒരു നിശാ പാഠശാല സ്ഥാപിക്കുകയും
ആ പാഠശാലയിൽ പഠിപ്പിക്കുവാൻ ഇൻസ്ട്രക്ടർമാരെ പൊന്നാനി താലൂക്ക് ബോർഡിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിയമനം നടത്താൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷ കൊടുക്കുന്ന പ്രമേയമാണത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആള് വേണം, ഉറുദു പഠിപ്പിക്കാൻ ആള് വേണം. ഇംഗ്ലീഷ് ഭാഷയെ സമത്വക്കാർ എതിർത്തു എന്ന് പറയുമ്പോ 1928 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവന്റെ ഭാഷ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിശാ പാഠശാല വേണമെന്ന് പ്രമേയം പാസാക്കിയതിന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. മറുഭാഗത്തോ അലിഗഡ് സർവകലാശാലയെ പോലും ഈ രീതിയിൽ സമൂഹം കണ്ടതിന്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. ആരാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എതിർത്തത്? സമത്വക്കാരോ അതോ ഇന്ന് നവോത്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വരുന്നവരോ? ഈ അന്തരമെന്ന് തിരിച്ചറിയണം നമ്മൾ. സമത്വ കേരള ജംഇയ്യത്തുൽ ഒരിക്കലും പുരോഗതി എതിർത്തിട്ടില്ല. സത്യത്തിന്റെ ബന്ധാവിൽ നിന്നുകൊണ്ട്, അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ പുരോഗതിപ്പെടുത്തുവാൻ എന്നും സമത്വ കേരള ജംഇയ്യത്തുൽ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് കാണിച്ച മാതൃക. എന്നതുപോലെ തന്നെ സമത്വക്കെതിരെ ഉന്നയിക്കുന്ന അതികഠിനമായ ഒരു ആരോപണമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞു. സത്യത്തിൽ രണ്ടും പറയുന്ന വൈരുദ്ധ്യമാണ്. ആദ്യം അവരാരോപിക്കുന്നതോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തു എന്ന്, പിന്നെ പറയുന്നതോ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തു, ഖിലാഫത്തിനെ എതിർത്തു. ഖിലാഫത്തിനെ എതിർത്തു എന്ന ഈ വാദഗതിക്ക് അവർ ഉപോത്ബലകമായി ഉന്നയിക്കാറുള്ളതും അവരുടെ പ്രസംഗത്തിൽ അവർ പറയാറുള്ളതും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1933 മാർച്ച് മാസത്തിൽ ഫറോക്കിൽ നടന്ന 6ാം സംസ്ഥാന സമ്മേളനമാണ്. 6ാം സംസ്ഥാന സമ്മേളനത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ആ പ്രമേയത്തിന്റെ പശ്ചാത്തലം? കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു പ്രമേയം പാസാക്കി. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 1920 ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നു നമ്മുടെ നാട്ടിൽ. ലോക മുസ്ലിങ്ങൾ തുർക്കി ഖലീഫയെ അവരുടെ നേതാവായി കണ്ടിരുന്നു. തുർക്കിയുടെ കീഴിലായിരുന്നല്ലോ പരിശുദ്ധ ഹറമ് വരെ. ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന തുർക്കി കെട്ടടക്കമുള്ള പ്രദേശം അങ്ങനെയാണല്ലോ വന്നത്. ആ മുസ്ലിം സമൂഹത്തിന്റെ കേന്ദ്രീകൃത നേതൃത്വം തുർക്കിയായിരുന്നു. എന്നാൽ ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ തുർക്കിക്കെതിരായി. തുർക്കി ഖിലാഫത്തിനെ തകർത്തു. സംരക്ഷിക്കാമെന്ന് പറഞ്ഞ ബ്രിട്ടൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തുർക്കിയെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ആ ഖിലാഫത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ലോകമൊട്ടാകെ മുസ്ലിം സമൂഹത്തിന്റെ ഖിലാഫത്ത് സംഘടനകൾ രൂപപ്പെട്ടു വന്നപ്പോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നു. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂടയിലേക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെ വലിച്ചു വെച്ച് കൊണ്ടുവന്നു. അതിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി അതൊരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു. 1920 മൗലാന മുഹമ്മദ് അലിയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് പ്രസംഗിച്ച് മുസ്ലിം സമൂഹത്തിന്റെ സർവ്വ പിന്തുണയും ജന്മിമാർക്കെതിരെ സമരം ചെയ്യുന്ന കുടിയാന്മാരുടെ പിന്തുണയും ഈ സമരത്തിന് വേണ്ടി ഉറപ്പിച്ചുകൊണ്ട് വമ്പിച്ച ഒരു കലാപഭൂമിയായി നമ്മുടെ ഈ പ്രദേശം മാറി. അതിശക്തമായ സമരം. ആ സമരത്തോടൊപ്പം അവസാന നിമിഷം വരെ ദേശീയ നേതാക്കൾ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ സമരത്തിന്റെ മുഖം മാറുമായിരുന്നു. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പല ദേശീയ നേതാക്കളും ഈ സമരമുഖത്ത് നിട്ടേച്ചു പോയി. പാവപ്പെട്ട മുസ്ലിം മാപ്പിളമാരെ നാട് കടത്തുന്നതിനും ചവിട്ടി മെതിക്കുന്നതിനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും ആ രംഗം ഉപയോഗപ്പെടുത്തി. ആ രീതിയിൽ ഒരു സമൂഹം പതിതരായി അടിച്ചമർത്തപ്പെട്ട് ബ്രിട്ടീഷുകാരാൽ ചവിട്ടി നിറങ്ങപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് രക്ഷ കൊടുക്കുവാനോ സംരക്ഷണം കൊടുക്കുവാനോ ഈ കോലാഹലത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വലിച്ചിഴച്ച ഒരു നേതാവും ഉണ്ടായില്ല. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നത്, മറിച്ച് ആ കാലഘട്ടത്തിന്റെ ചിത്രം ഞാനല്ല പറയേണ്ടത്. ഡോക്ടർ KKN കുറുപ്പ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന KKN കുറുപ്പ് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം വളരെ മനോഹരമായി മാപ്പിള പാരമ്പര്യം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ മാപ്പിള പാരമ്പര്യം എന്ന പുസ്തകത്തിൽ KKN കുറുപ്പ് RC മജുംദാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മലബാർ മേഖലയിലെ കോൺഗ്രസുകാർ അന്ന് ചെയ്തത് മുസ്ലിം സമൂഹത്തോടുള്ള കടുത്ത വഞ്ചനയാണ്. അവരെ ഈ സമരമുഖത്ത് ഇട്ടേച്ചുകൊണ്ട് ആ സമരത്തിന്റെ തീക്ഷ്ണത അനുഭവിക്കുന്ന സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് പകരം അവരെ ഇട്ടേച്ചു പോയി, അവരെ അനാഥരാക്കി. അതുകൊണ്ട് തന്നെ മലബാറിലെ മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് തെക്കേ മലബാറിൽ കോൺഗ്രസിൽ നിന്നും ബഹുദൂരം മുസ്ലിങ്ങൾ അകന്നത് ഈ ഇട്ടേച്ചു പോക്കിന്റെ പരിണതഫലമായിരുന്നുവെന്ന് RC മജുംദാരെ ഉദ്ധരിച്ചുകൊണ്ട് KKN കുറുപ്പാണ് എഴുതിയത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആ രീതിയിൽ അന്നത്തെ മുസ്ലിം സമൂഹത്തെ സമരമുഖത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് ഇട്ടേച്ചു പോയ ആ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനെതിരെ പ്രമേയം പാസാക്കി. അത് സാന്ദർഭികമായിരുന്നു. RC മജുംദാർ പറഞ്ഞതാണ്, KKN കുറുപ്പ് ഉദ്ധരിച്ചതാണ്. അത് തന്നെ സമത്വം ചെയ്തുള്ളൂ. ചരിത്രകാരന്മാർ കണ്ടെത്തിയൊരു വസ്തുത സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗവൽക്കരിച്ചു എന്നല്ലാതെ സമത്വം എന്ത് തെറ്റ് ചെയ്തു? രാഷ്ട്രീയമായിട്ടല്ലല്ലോ സമത്വത്തിനെ കണ്ടത്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന് സമത്വെതിരായിരുന്നുവോ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സമത്വെതിരായിരുന്നുവോ? നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വലിയുല്ലാഹി മൗലദ് ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് സ്വാതന്ത്ര്യത്തിന്റെ സമരമുഖത്ത് ജ്വലിച്ചെന്ന മഹാനാണ്. അസൈഫുൽ ബത്താർ അതിന്റെ തെളിവല്ലേ? അസൈഫുൽ ബത്താർ അലാ മയ്വാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഫദ്ൽ പൂക്കോയ തങ്ങൾ ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുകാം ലിഇഹാനത്തിൽ ഖഫറത്തി വഅബദത്തിൽ അസ്നാം ആ ഗ്രന്ഥം എഴുതി സമൂഹത്തോട് സംവദിച്ചു. അദ്ദേഹത്തിന്റെ പുത്രൻ ആമനുമാന്റെ അകത്ത് വലിക്കുട്ടി മുസ്ലിയാർ മുഹിമ്മാത്തുൽ മുഅ്മിൻ എന്ന ഗ്രന്ഥം എഴുതി. ഈ മുസ്ലിം ഉമ്മത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ
സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മേൽ ചളിവാരി എറിഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം ചരിത്രം വളരെ മനോഹരമായത് ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവരോ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ സർവ്വ രാജാക്കന്മാരെ പ്രജകളും അനുഭവിക്കുന്നതിനേക്കാൾ സുഖം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെഴുതിയ സനാഉല്ലാ മക്തി തങ്ങളെ പരിഷ്കരണത്തിന്റെ വലിയ അപ്പോസ്തലനായി കൊണ്ടു നടക്കുന്ന ആരാ? അതുകൂടി പഠിക്കണം നമ്മൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്ക് നല്ല സൗഖ്യമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തെയാണ് പരിഷ്കരണത്തിന്റെ നായകനായി കൊണ്ടു നടക്കുന്നത്. 1921 ഈ കലാപഭൂമിയിൽ നിന്ന് നമ്മുടെ നേതാക്കൾ സമരം ചെയ്യുമ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് അക്രമത്തിന്റെ പാത സ്വീകരിക്കരുത്, സമാധാനപരമായി സമരം ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ സമാധാന സമരത്തിന് സമൂഹത്തെ ആഹ്വാനം ചെയ്യുമ്പോൾ ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോ KM മൗലവിയെ പോലുള്ള ആളുകൾ സ്വന്തം ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിതാംകൂറിലേക്ക് നാട് കടന്നു പോവുകയല്ലേ ചെയ്തത്? അവരാണോ നവോത്ഥാന നായകന്മാർ? ആരാ നവോത്ഥാനം ഈ സമൂഹത്തിന് പഠിപ്പിച്ചത്? വിദ്യാഭ്യാസം ഞങ്ങളാണ് കൊടുത്തതെന്ന് പറയുന്നു. മദ്രസ വിദ്യാഭ്യാസം ഞങ്ങളാ പഠിപ്പിച്ചെന്ന് പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുലമ 1926 സ്ഥാപിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നവർക്ക് വിദ്യാഭ്യാസം നൽകി. 1951 SKIMV ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഇന്നിവിടെ നേരത്തെ ബഹുമാനപ്പെട്ട വാപ്പുസിനെ സൂചിപ്പിച്ചത് കേട്ടല്ലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലും അപ്പുറം വരും. അത്ര വലിയൊരു വിദ്യാഭ്യാസ ഏജൻസിയാക്കി മാറ്റി 1951 സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം ആരംഭിച്ച് ഔദ്യോഗികമായി നമ്മുടെ കേരളത്തിൽ KNMന്റെ വിദ്യാഭ്യാസ ബോർഡ് വരുന്നത് 1956 5 കൊല്ലം കഴിഞ്ഞിട്ട്. നവോത്ഥാനത്തിന്റെ നായകന്മാരാരാ? വിദ്യാഭ്യാസ ബോർഡ് സമസ്ത രൂപീകരിച്ച് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് KNM കേരള നദവത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പിറന്നു വീഴുന്നതോ 1941. എത്ര അകലമുണ്ടെന്ന് പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുമല്ലോ. വാഴക്കാട് തൻവിയത്തുൽ ഉലൂം മദ്രസ 1909 ബോർഡും ചോക്കും വെച്ച് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരംഭിച്ചു. അപ്പോൾ പറഞ്ഞു, ആദ്യത്തെ മദ്രസ ബോർഡും ചോക്കും വെച്ചെഴുതുന്ന മദ്രസ, മനോഹരമായ മദ്രസ. ഓതുപള്ളി സിസ്റ്റത്തിൽ നിന്ന് ഭിന്നമായി മനോഹരമായ മദ്രസ സിസ്റ്റം ആദ്യം വരുന്നത് ചാലിലകത്തിന്റെ പരിശ്രമഫലമായിട്ടാണ്. ചാലിലകത്തിനെ ബിദഈ പ്രസ്ഥാനത്തിന്റെ വക്താവായി അവതരിപ്പിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെടുന്നവർ ചരിത്രത്തിൽ പഠിക്കണം. ചാലിലകത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നതാരാ? ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ വ്യക്തി ആരാ? അദ്ദേഹത്തിന്റെ ബന്ധുവല്ലേ നമ്മളിവിടെ വന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. പഠിച്ചു നോക്കണം നിങ്ങൾ. അദ്ദേഹത്തിന്റെ പിതൃവ്യ പൗത്രനാണ്. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദുമായുള്ള ബന്ധം മാത്രമല്ല, ആ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രധാനപ്പെട്ട 2 ഗുരുനാഥന്മാരാരാ? ഒന്ന് ഷെയ്ഖ് സൈനി ദഹ്ലാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ. അതുപോലെ വളപ്പൽ അബ്ദുൽ അസീസ് മൗലവി എന്ന് പറഞ്ഞാൽ ബദർ മൗലിദിന്റെ കർത്താവ, ചാലകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുരു അദ്ദേഹമാണ്. നമ്മൾ ഓർത്തു നോക്കണം. ഈ രീതിയിൽ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സൈനി ദഹ്ലാൻ തങ്ങളുടെ ശിഷ്യനും വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന് പറയുന്ന ബദർ മൗലിദിന്റെ കർത്താവും, ഈ 2 പേരാണ് ബഹുമാനപ്പെട്ട ചാലകത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ. ആ 2 ഗുരുനാഥന്മാർ പഠിപ്പിച്ച ഒരു മഹാൻ ദർസ് നടത്തുമ്പോ അദ്ദേഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ആധുനിക മദ്രസ വിദ്യാഭ്യാസ രീതിയുടെ പിതൃത്വം അവകാശപ്പെടാൻ ചില ആളുകൾ വരുമ്പോ അവിടെയും നമ്മൾ മനോഹരമായി പഠിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കളാണ് ഈ വിദ്യാഭ്യാസ രീതിക്ക് മനോഹരമായി നേതൃത്വം കൊടുത്തത്. സത്യത്തിൽ അവരൊക്കെ ചേർന്നല്ലേ പിൽക്കാലത്ത് സമത്വ എന്ന രൂപവും ഭാവവും വരുന്നത്. 1924 താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏറ്റെടുക്കുമ്പോ അന്ന് സമത്വ പറഞ്ഞിട്ടില്ലെങ്കിലും ആ മഹാനല്ലേ പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തലപ്പത്ത് വന്നത്. നവോത്ഥാനം അവകാശപ്പെടാൻ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലോ സാംസ്കാരിക മേഖലയിലോ സമത്തെ കടത്തി വെട്ടിക്കൊണ്ട് കടന്നു വന്ന വിദ്യാർത്ഥിക്കാർക്ക് ഒരു അവകാശവുമില്ലെന്ന് ചരിത്രബോധമുള്ള കുട്ടികൾ മനസ്സിലാക്കുകയും അത് ഈ സമൂഹത്തിന് തിരുത്തി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഈ കേട്ടത് തന്നെ കേട്ടുകൊണ്ട് ചർവിത ചർവണം നടത്തി സമത്തക്കാരൊരു പഴഞ്ചന്മാരും ഒരു വിദ്യാഭ്യാസത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരും ഇവർ സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടാക്കിയ ആളുകളും ഇപ്പോൾ അവർ ചരിത്ര സ്മാരകങ്ങൾ തേടിപ്പോയി ഹിസ്റ്ററി കോൺഫറൻസ് ഒക്കെ സംഘടിപ്പിക്കുന്ന ഓർക്കണം. എവിടെ നിന്നാണ് അവർ തുടങ്ങുന്നത്? മമ്പറം തങ്ങളുടെ മക്കാമിൽ നിന്ന്, ഉമർ ഖാദി തങ്ങളുടെ മക്കാമിൽ നിന്ന്, അതുപോലെ വലിയ വലിയ മഹക്കാമിൽ മസാറുകളിൽ നിന്ന്, ബഹുമാനപ്പെട്ട മഹദൂമിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന്, ആ കേരളക്കരയിലെ പൂർവ്വകാല സൂരികളായ പണ്ഡിത മഹത്തുക്കൾ വരുത്തിവെച്ച പരിവർത്തനത്തിന്റെ പടകധ്വനികൾ ഉൾക്കൊള്ളാതെ കേരളത്തിലൊരു ചരിത്രം പോലും എഴുതി ചേർക്കാൻ കഴിയില്ലെന്ന് അവർ പോലും തിരിച്ചറിഞ്ഞു. അതാണ് നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളുടെ സേവനത്തിന്റെ മഹിമ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 1915 തളിപ്പറമ്പിൽ ഖുവത്തുൽ ഇസ്ലാം അറബി മദ്രസ വന്നു. അന്ന് ആരുടെ കയ്യിലായുടെ മദ്രസയുണ്ടത്? മറ്റുള്ളവർക്ക് മദ്രസ വിദ്യാഭ്യാസ ബോർഡോ മദ്രസയോ വന്നിട്ടുണ്ടോ? പഠിച്ചു നോക്ക്. മാത്രമല്ല യതീംഖാനയെ സമത്തെ എതിർത്തു എന്ന് പറയാറുണ്ട് പലരും. യതീമുകളെ നമ്മൾ ആക്ഷേപിച്ചു എന്ന് പറയാറുണ്ട്. യതീംഖാനഹു എന്നൊക്കെ പറയാറുണ്ട്. 1944
150 യത്തീം കുട്ടികളുണ്ട്. താനൂർ ഇസ്ലാഹുൽ അറബി കോളേജിൽ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. 150ഓളം യത്തീം കുട്ടികൾ 944 യത്തീംഖാന പ്രസ്ഥാനം വിദ്യാർത്ഥിക്കാരെ ശക്തമായി കെട്ടിപ്പടുക്കുന്നതിന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഓരോ വീട്ടിലെ മുത്തഅല്ലിമീങ്ങളെ പോലെ വിളിച്ചു വരുത്തി യത്തീം കുട്ടികളുടെ കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സംവിധാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് ചികിത്സ എന്ന രീതിയിൽ പോലും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. രോഗത്തിന് ചികിത്സ, നിങ്ങൾ വീട്ടിൽ 10 യത്തീം കുട്ടികളെ വിളിച്ച് ഭക്ഷണം കൊടുക്ക്, അല്ലെങ്കിൽ 10 യത്തീം കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ 10 യത്തീം കുട്ടികൾക്ക് വസ്ത്രം കൊടുക്ക്. രോഗത്തിന് ചികിത്സ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ബഹുമാന്യരായ പണ്ഡിതന്മാർ. ആ പണ്ഡിത മഹത്തുക്കളുടെ സേവനവും പ്രവർത്തനവുമാണ് ഈ കേരളക്കരയിലെ ഇസ്ലാമിക സമൂഹത്തിന് ചൈതന്യമുണ്ടാക്കി കൊടുത്തത് എന്ന് ഈ മദ്രസ പ്രസ്ഥാനത്തിന്റെയും ദർസി പ്രസ്ഥാനത്തിന്റെയും ഈ ഇൽമിന്റെ വിപ്ലവത്തിന്റെയും ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ യോഗ്യരായ പണ്ഡിതന്മാർ, ഇവരുടെ പൂർവികർ പൊന്നാനിലെ വിളക്കത്തുനിന്ന് കത്തിച്ചെടുത്തുകൊണ്ട് പ്രസരിപ്പിച്ച ഒരു ഇൽമുണ്ടല്ലോ, ആ വൈജ്ഞാനിക ദീപശിഖയാണ് കേരളത്തിന്റെ അന്ധകാരം നശിപ്പിച്ചത്. ഈ ദീപശിഖയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഈ മഹത്തായ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. ആ പങ്കിന്റെ അംശം പേറിക്കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ആളുകളാണ് ഇവർ. ആ മഹത്തുക്കൾ ഈ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് കൊടുത്തൊരു പാരമ്പര്യമുണ്ട്. അത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തെ ഒന്നിച്ചു നിർത്തി എന്നൊരു പാരമ്പര്യമാണ്. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പ്രസിദ്ധമായതെന്ന് മാത്രമല്ല, ജനമനസ്സിൽ ഒരു സംഘടന എന്നതിലുപരി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി സമത്വ കേവലം ഒരു സംഘടന എന്ന രീതിയിലല്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ സമത്വ ശരിക്ക് വേരുറച്ചു. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഇത്രമേൽ വേരുറച്ചുകൊണ്ട് അവർക്ക് ഇത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാകാൻ എന്താ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സംഘടന ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒന്ന്, ഈ സംഘടനയെ സമൂഹത്തിൽ നയിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ പൂർവ്വകാല വിശുദ്ധി, പണ്ഡിത വിശുദ്ധി, ആദർശ വിശുദ്ധി. ഈ രണ്ട് വിശുദ്ധികൾ. ഇതിനിടയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ചില ആളുകൾ വന്നു. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു പുതിയ ചിന്താഗതിയുമായി കടന്നു വന്ന ആളുകൾ 1989 ഭിന്നവീക്ഷണം ഉണർത്തിക്കൊണ്ട് കടന്നു വന്നവർ, 79 മുതൽ ആരംഭിച്ച് 89 വരെ ആഭ്യന്തര കലാപമുണ്ടാക്കിയ ആളുകൾ, അവരാദ്യമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു രാഷ്ട്രീയ വിസ്ഫോടനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സ്വന്തമായ രാഷ്ട്രീയ താൽപര്യം നമുക്കറിയാം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് വേണ്ടി പൂർവ്വകാലത്ത് പ്രവർത്തിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, സയ്യിദുൽ ഇമാം ബാഫഖി തങ്ങൾ ഉദാഹരണം. 1945 ഈ വെളിപ്പാടകലെ കാര്യവട്ടത്ത് സമത്വയുടെ മഹാസമ്മേളനം നടക്കുമ്പോൾ അവിടെ വെച്ച് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ 2 കൊല്ലം മുമ്പാണത്. 1945 ബാഫഖി തങ്ങൾ പ്രസംഗിച്ചു, ഇന്ത്യ സ്വതന്ത്രമായാൽ മദ്രസ വേറെ തന്നെ വേണ്ടി വരും. അദ്ദേഹത്തിന്റെ ആഹ്വാനം സമൂഹം ഉൾക്കൊണ്ടു. നമ്മൾ മതേതര ഇന്ത്യ രൂപപ്പെട്ടു കഴിഞ്ഞാൽ സ്കൂളുകളിൽ മതം പഠിപ്പിക്കാൻ കഴിയാതെ വരും. ആ ആഹ്വാനം സമൂഹം ഉൾക്കൊണ്ടുകൊണ്ട് 51 അതിന്റെ ചിന്ത പിറന്നു. ഈ സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് പിറക്കുന്നത് ബാഫഖി തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ അനന്തരഫലമെന്നോണം സമൂഹത്തിലെ പണ്ഡിതന്മാർ ചിന്തിച്ചുകൊണ്ടാണ്. SKIMV ബോർഡിന് വേണ്ടി കൊയിലാണ്ടിയിൽ 51 വലിയൊരു വയറ് സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യം പണം പിരിച്ചത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളാണ്. ആ ബാഫഖി തങ്ങളെ പോലത്തെ മഹത്തുക്കൾ രാഷ്ട്രീയം മുഴു സമയം കൊണ്ടു നടക്കുമ്പോഴും മതപ്രവർത്തനത്തിൽ നിന്നു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാഠ്യശാലയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ചേർന്നു. ഒരു തർക്കവും ഉണ്ടായിട്ടില്ലല്ലോ. ആ കാലഘട്ടത്തിൽ ഒരാളും ഒരു തർക്കവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഭിന്നത സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. മഹാനായ ബാഫഖി തങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ വിസ്മരിക്കാൻ പറ്റുമോ നമുക്ക്? ആ സമത്വ അന്ന് ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ ബോർഡായത്. 1951 സെപ്റ്റംബർ 17 വാളക്കുളത്ത് സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് യോഗം ചേരുന്ന സമയത്ത് 17 പേർ സംഗമിച്ച ആളിൽ നിന്ന് 17 ആളുകൾ 1 രൂപയും, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ 25 രൂപയും, ഒരു കോഴിക്കോടൻ കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി 5 രൂപയും എടുത്തുകൊണ്ട് ഒരു 47 രൂപയാകുന്ന ഫണ്ടിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ വിപ്ലവം. 47 രൂപ മാത്രം. അതിന്ന് എവിടെ എത്തി? 9700 പരം മദ്രസ, 11 ലക്ഷം വിദ്യാർത്ഥികൾ, 1 ലക്ഷം മുഅല്ലിമീങ്ങൾ. ഒരു ദിവസം നേരം പുലരുന്നുവെങ്കിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും പ്രഭാതത്തിൽ നമ്മുടെ കേരളക്കരയിൽ 11 ലക്ഷം ഫാത്തിഹ ഓതപ്പെടുന്നു. ഓർക്കണം നിങ്ങൾ, നിഷ്കളങ്കരായ കുട്ടികൾ. മദ്രസ വിടുമ്പോ 3 സ്വലാത്ത് ചൊല്ലിയാൽ 33 ലക്ഷം സ്വലാത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ശരീഫിലേക്ക് കുട്ടികൾ ചൊല്ലുന്നു. എന്തൊരു മനോഹാരിത! ഈ ഉമ്മത്തിന്റെ കാവലിനതുപോലെ, ഈ ഉമ്മത്തിന്റെ ബറക്കത്തിനതുപോലെ ഇത്ര വലിയ ജനകീയ വിപ്ലവം കേരളത്തിൽ ആരാ ഉണ്ടാക്കിയത്? പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു മൂല്യനിർണ്ണയ ക്യാമ്പ്, കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് ചേളാലിൽ വെച്ച് സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കൂ. ഏത് എതിരാളിയെയും കൊണ്ടുപോയി കൈപിടിച്ചു കൊണ്ടുപോയി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. കേരളത്തിനും കേരളത്തിന് പുറത്തും മലയാളികൾ താമസിക്കുന്ന സ്ഥലത്തുള്ള കുട്ടികൾ സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 5, 7, 10, 12 ഈ 4 ക്ലാസുകളിൽ മാത്രം എഴുതിയ പരീക്ഷയുടെ പേപ്പർ അവിടെ വാല്യൂ ചെയ്യുമ്പോൾ, മൂല്യനിർണ്ണയം നടത്തുമ്പോൾ അതിന്റെ കൗതുകമെന്ന് കാണണം, അതിന്റെ ബാഹുല്യമെന്ന് കാണണം. ഞാൻ വിനയത്തോടെ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ടല്ലോ.
പേരിന് പല മദ്രസകളുടെ എണ്ണം മാറ്റി മാറ്റി പറയുന്നവരുണ്ടല്ലോ. ഞങ്ങൾ വരാം, നിങ്ങൾ ക്ഷണിച്ചാൽ. നിങ്ങൾ ഇതുപോലത്തെ ഒരു മൂല്യനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിക്കുമോ? നിങ്ങളൊരു മൂല്യനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ച് നിങ്ങളെ മദ്രസയിലെ മുഴുവൻ കുട്ടികളുടെ പേപ്പറും കൊണ്ടുവന്നാലും സമത്തയുടെ ഈ 4 ക്ലാസ്സിലെ കുട്ടികളുടെ പേപ്പറിന്റെ ഒരു 10% പോലും ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കാം. അങ്ങനെ ഒന്നില്ല കേരളത്തിൽ. ഉണ്ടെങ്കിൽ ഈ സമൂഹം അത് കാണും. സഞ്ചരിക്കുന്നിടത്ത് കാണേണ്ടതാ. നമ്മളതിന്റെ ബാഹുല്യം അറിയേണ്ടതാ. ഇന്നേ വരെ പത്രത്തിൽ നിങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് കൊടുക്കുമ്പോ ഇത്ര കുട്ടി പരീക്ഷ എഴുതിയിൽ നിന്ന് ഇത്ര കുട്ടി ജയിച്ചു എന്ന് പറയാറുണ്ടോ? ഇന്നേ വരെ പറയാറില്ല. അത് പറയാൻ ധൈര്യമില്ലാത്തത് എണ്ണത്തിന്റെ കുറവ് ശരിക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എന്നിട്ടാ ഈ ഉമ്മത്തിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ ബാഫക്കിത്തങ്ങളെ പോലെ പൂക്കോയത്തങ്ങൾ 968 മുതൽ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ്. ആ മഹാനുഭാവൻ സമത്വക്ക് വേണ്ടി ചെയ്ത സേവനത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. 1966 ഏപ്രിൽ 3 കുറ്റിച്ചിറയിൽ അദ്ദേഹം ചെയ്ത ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ഈ നഗരിക്ക് പരിചയമുള്ള ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ, നമ്മുടെ വേദിയുള്ള ബഹുമാനപ്പെട്ട സയ്യിദുമാരുടെ പിതാവ്, കുറ്റിച്ചിറയിൽ വെച്ച് സമത്വക്ക് വേണ്ടി അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അന്ന് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ സന്ദർഭമാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് അഖിലയും വേണ്ട കുകിലയും വേണ്ട. ആ മഹാനുഭാവന്റെ അഖില അഖിലെ എന്ന ഒറ്റ വാക്ക് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പിരിച്ചുവിടേണ്ടി വന്നില്ല. അവർ സ്വയം പിരിഞ്ഞുപോയി. ചരിത്രമതാ പറയുന്നത്. അദ്ദേഹം സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു 1968. ഗ്രാമാന്തരങ്ങളിൽ സുന്നി യുവജന സംഘത്തെ പരിചയപ്പെടുത്തിയത് പൂക്കോയത്തങ്ങളാണ്. അന്നാണ് ബഹുമാനപ്പെട്ട CH ഹൈദർ മുസ്ലിയാർ ഓർഗനൈസറായി പ്രവർത്തിച്ചത്. ശേഷം ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ സമത്വ ജംഇയ്യത്തുൽ ഉലമയുടെ ഈ കീഴ്ഘടകത്തിന്റെ മഹാനായ പ്രസിഡന്റായി അവരോധിതനായപ്പോ ചാപ്പനങ്ങാടി ഉസ്താദ് പ്രസിഡന്റായ SOSന്റെ വൈസ് പ്രസിഡന്റ്, ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിട്ട് ആരംഭിക്കുന്നത്. ചരിത്രം പഠിക്കണം. ആ കുടുംബത്തിന് സമത്വയുമായുള്ള ബന്ധം, ആ ബന്ധം പോലും കേവലം രാഷ്ട്രീയമായി നോക്കിക്കണ്ടുകൊണ്ട് അതിൽ സമത്വയിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പിൽക്കാലത്ത് വന്ന ആളുകൾ അപകടകരമായ ഒരു സൈറനാണ് സമത്വയിൽ മുഴക്കിയത്. ആ അപകടം നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ 2 നായകന്മാർ കണ്ണിയത്തും ശംസുലമയും നവറല്ലാഹു മർക്കദഹുമ, ആ 2 മഹത്തുക്കളുള്ള കാലത്ത് തന്നെ അവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞത് സത്യത്തിൽ ഈ ഉമ്മത്തിന്റെ മഹനീയമായ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കേണ്ടത്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, 1989 ഇവരെ പുറത്താക്കപ്പെട്ടപ്പോൾ സുന്നി സംഘം പിന്നെ പുനഃസംഘടിപ്പിക്കേണ്ടി വന്നു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളതിന്റെ തലപ്പത്ത് വന്നു. 54 സുന്നി യുവജന സംഘത്തിന്റെ അതേ ലക്ഷ്യത്തിൽ 89 സുന്നി സംഘം വീണ്ടും പുനഃസംഘടിപ്പിച്ചു. 92 മുതൽ നമ്മുടെ ശൈഖുൽ ജാമിയ അതിന്റെ ജനറൽ സെക്രട്ടറിയാ. 2008 മുതൽ ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ പ്രസിഡന്റാ. ആ സംഘത്തിന്റെ വാർഷികമാണ് ഇനി കാസർകോട്ട് വെച്ച് നടത്താൻ പോകുന്നത്. ഈ സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്ത് വന്നുകൊണ്ട്, ഈ സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിരുന്നുകൊണ്ടാണ് ഈ കേരളക്കരയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ചില ആളുകൾ വെല്ലുവിളി ഉയർത്തിയത്. കേരളത്തിലെ മുസ്ലിം പ്രശ്നത്തിൽ അവർ ഉണ്ടാക്കി വെച്ചത് മുഴുവൻ പ്രശ്നമായിരുന്നില്ലേ? ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അവരുണ്ടാക്കി വെച്ചത് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. വിവാദമല്ലാതെ മറ്റൊന്നും ആ വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് പാരവെക്കുന്ന പണിയെ ചെയ്തുള്ളൂ. ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്കൂ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ സുവ്യക്തമായ ഒരു ഭാഗമാണ് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം. അത് സമത്വയുടെ ഒരു മുഖ്യ ലക്ഷ്യമാണ്. ആ മുഖ്യ ലക്ഷ്യം സമത്വയുടെ ഭരണഘടനയിലെ 5 ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിൽപ്പെട്ട അതിപ്രധാനമായ ഒന്നായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ശരീഅത്ത് പ്രശ്നം. ശരീഅത്ത് സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അടിസ്ഥാന ആവശ്യമായി. ശരീഅത്താകട്ടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് 2 നിയമമാണ്. ഒന്ന് ഷിയാക്കൾ, ഒന്ന് സുന്നികൾ. ഈ സുന്നി എന്ന് പറയുന്ന പക്ഷത്ത് എല്ലാ അവാന്തര വിഭാഗങ്ങളും പെടുന്നു, ഷിയാക്കൾ എന്ന് പറയുന്നവരൊഴികെ. അപ്പോൾ മദ്ഹബ് അനുസരിച്ചുള്ള ഒരു വിധിയാണ് ശരിക്കൽ ഇന്ത്യയിൽ സുന്നികൾക്കുള്ളത്. ആ മദ്ഹബ് അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ സുന്നികൾക്കുള്ള വിധി, മദ്ഹബ് അനുസരിച്ചുള്ള ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ മദ്ഹബിനെ അംഗീകരിക്കുന്ന സുന്നികൾ അതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ വികാരം ഗവൺമെന്റിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട്ട് യോഗം ചേർന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ പങ്കെടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം പിളർക്കുന്ന പണി തുടങ്ങി ഇവർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മൻ ഫറഖ അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഐക്യം ആരെങ്കിലും തകർത്താൽ ഫദ്രിബൂഹു ബിസൈഫ്. ഞാൻ അതിന്റെ അർത്ഥം പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഇനി തീവ്രവാദമാക്കുന്നുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര ഗൗരവത്തിൽ അവർ ഈ ഐക്യം അയാൾ തകർത്തു. ശംസുൽ ഉലമക്കെതിരെ കൊച്ചുകുട്ടികൾ പോലും പ്രസംഗിക്കുന്ന അവസ്ഥ വന്നു. ഒന്ന്, അത് കഴിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നമല്ലേ ബാബരി പള്ളി പ്രശ്നം. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു ബാബരി പള്ളി. ബാബരി പള്ളിയുടെ പ്രശ്നത്തിൽ ഇദ്ദേഹത്തിന്റെ നയം എന്തായിരുന്നു? ഈ കവലകളിലൊക്കെ അവർ നടന്ന് പ്രസംഗിച്ചത് എന്താ? ഈ സദസ്സിൽ കൂടി നിൽക്കുന്ന കുറെ ആളുകൾക്കെങ്കിലും ഓർമ്മ ഉണ്ടാകുമല്ലോ.
10-24 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് പറയുന്നതെങ്കിലും ഓർമ്മയുള്ളവരുണ്ടാകും. ബാബരി പള്ളിക്ക് വേണ്ടി നമ്മൾ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് SKSSF ഒക്കെ തിരുവനന്തപുരത്തേക്ക് മസ്ജിദ് സന്ദേശ റാലി നയിക്കും. അന്നതിൽ പങ്കെടുത്ത പലരും ഈ വേദിയിലുണ്ട്. മസ്ജിദ് സന്ദേശ റാലി നയിക്കുമ്പോൾ ഇവർ പ്രസംഗിച്ചെന്താ? ബാബരി പള്ളിയല്ല പ്രശ്നം, പാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം. മുസ്ലിം സമൂഹത്തിന്റെ പൊതുപ്രശ്നത്തിൽ നിന്നും വേറിട്ട് നിന്നു അപ്പെടും. ബാബരി പള്ളിയല്ല, പാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം. സമൂഹത്തിലെ ഒരു അവാന്തര വിഭാഗത്തിന്റെ പ്രശ്നം എടുത്തുയർത്തി പിടിച്ചുകൊണ്ട് ഇന്ത്യൻ മുസൽമാന്റെ വലിയൊരു പ്രശ്നത്തെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ തന്നെ 1988 നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായ ഇന്ത്യ ഒട്ടുക്കുമുള്ളൊരു ചർച്ചയായിരുന്നു മതസ്ഥാപന ദുരുപയോഗ ബില്ല്. അന്നത്തെ സെൻട്രൽ ക്യാബിനറ്റിൽ ആഭ്യന്തര വകുപ്പ് ബൂട്ടാ സിംഗ് ഒരു നിയമം കൊണ്ടുവന്നു. പള്ളിയിൽ പോലും നമ്മൾ പ്രസംഗിച്ച പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തൊരു ലോക്കൽ പോലീസുകാരൻ കേസെടുത്താൽ മാക്സിമം 7 കൊല്ലം വരെ തടവ് കിട്ടുന്ന ഒരു നിയമം. പിഴ കൊടുക്കണം, തടവിലിടും, ഇമാമിന് വരെ തടവിലിടുന്ന നിയമം. ആ നിയമത്തിന്റെ പാളിച്ച മനസ്സിലാക്കി ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം നേതാക്കന്മാർ ശബ്ദിച്ചു. മുസ്ലിം സംഘടനകൾ അതിനെതിരെ രംഗത്ത് വരണമെന്ന് പറഞ്ഞു. സമത്വ കേരള ജമിയത്തും അത് ഏറ്റെടുത്തു. നമ്മൾ അതിനെതിരെ SYSന്റെ കീഴിലും മറ്റും പ്രതിഷേധ ശബ്ദമുയർത്തി. ആ ശബ്ദമുയർത്തിയപ്പോൾ ഇവരെന്താ പറഞ്ഞത്? രാഷ്ട്രീയത്തിന്റെ മുഖം മൂടിയെറിഞ്ഞ പണ്ഡിതന്മാർക്ക് ഇതുകൊണ്ട് ദോഷമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മതസ്ഥാപന ദുരുപയോഗ ബില്ലിൽ മുസ്ലിം സംഘടനകളുടെ കാഴ്ചപ്പാടിന് വിരുദ്ധം പ്രവർത്തിച്ചു അവർ. വളരെ അപകടമല്ലേ അത്? ആ നിയമമെങ്ങാനും ഇന്ത്യയിൽ ആ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ദ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് എന്ന് പറയുന്ന ബില്ല്, അത് ബൂട്ടാ സിംഗ് കൊണ്ടുവന്നത് ഏറ്റവും വലിയ അപകടകരമായ രീതിയിലാണ്. ആ ബില്ലിനെതിരെ മുസ്ലിം സംഘടനകൾ മുഴുവൻ രംഗത്ത് വന്നപ്പോൾ ഇവർ ഒറ്റപ്പെട്ടു നിന്നു. സ്വന്തം സുന്നത്ത് ജമാഅത്തിന്റെ പത്രം എന്ന് പറയുന്ന സുന്നി വോയിസിൽ അവർ എഴുതി. ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ട്, യുക്തിവാദികൾ അതിനെ അനുകൂലിച്ചു, നിരീശ്വരവാദികൾ അതിനെ അനുകൂലിച്ചു. കൂട്ടത്തിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘം അനുകൂലിച്ചു. പഴയ ചരിത്രം മറക്കണ്ട. മുസ്ലിങ്ങളുടെ പൊതുപക്ഷത്തിൽ മാറി നിന്ന പാരമ്പര്യമേ ഇയാൾക്കുണ്ടായിട്ടുള്ളൂ. എതിരാളികളാകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ തൃപ്തിപ്പെടുത്തിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴല്ലേ കുവൈത്ത് കരാർ വരുന്നത്. കുവൈത്ത് കരാറിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഇന്നേ വരെ ഒരു വേദിയിൽ കുവൈത്ത് കരാർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് അനുകൂലമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷമെങ്കിലും കഴിയുമോ? ആ ആളുകൾ അതും വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. ചില ആളുകൾ മൗഢ്യന്മാർ, സത്യം പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ടും സംഘടനാ കക്ഷി താല്പര്യത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകൾ. അത് കഴിഞ്ഞാൽ മാസപ്പിറവി ഉണ്ടാക്കി എണ്ണിക്കോ കയ്യിൽ ഒരു തസ്ബീഹ് മാല കൊണ്ടെണ്ണിയാൽ ഇയാളും ഇയാളുടെ കൂട്ടാളികളും ഈ ഉമ്മത്തുണ്ടാക്കിയ ഗുരുത്തക്കേട് മാറൂല. പിന്നെ അയാൾ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് മാസപ്പിറവി. ഈ സമൂഹത്തിന് പണ്ടേ മാസം ഉറപ്പിച്ചിരുന്ന കാദിമാർ, കോഴിക്കോട്ട് കാദിമാരും മണക്കട്ട തങ്ങന്മാരും, അവര് മാസം ഉറപ്പിച്ചാൽ സമൂഹം അത് അംഗീകരിക്കും. അതിന്റെ അടുക്ക് ഒരു പുതിയ മാസം ഉറപ്പിക്കൽക്കാരൻ ചാടി വന്നു. ഈ ഉമ്മത്തിന് മുമ്പിൽ പെരുന്നാളും നോമ്പും രണ്ടാക്കി ഈ ഉമ്മത്തിനെ നെടുക പിളർത്തി. പള്ളി മദ്രസകൾ ഏറെ പിളർത്തിയത് വേറെ കാര്യം. അത് കഴിഞ്ഞപ്പോഴോ പിന്നെയാണ് ഈ സമൂഹം പണ്ഡിതന്മാരുടെ ഫത്വക്ക് നല്ല വില കൽപ്പിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ഗ്രാമത്തിൽ ഒരു പ്രശ്നമുണ്ടായ പള്ളിയിൽ ചെന്നൊരു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ വിഷയം തീർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തീരാത്തൊരു പ്രശ്നമാണെങ്കിൽ സമത്തിന്റെ മുഷാവറിലേക്ക് എഴുത്തു കൊടുക്കും. മുഷാവറിൽ തീരുമാനം പ്രഖ്യാപിച്ച വിഷയം തീർന്നു. ഏതൊരു മഹലിലും സമത്വ വിഷയത്തിൽ ഇന്നതാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വിദ്യാർത്ഥിക്കാരന് പോലും തർക്കമുണ്ടാവാറില്ല. അവർ പോലും തർക്കിക്കാറില്ല. നിലച്ച ഒരു വിദ്യാർത്ഥിക്കാരനായ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് ഒരു സംശയം വരും. ജമാഅത്തുകാരാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും നാട്ടിലൊരു പ്രശ്നം വന്നാൽ മസല തർക്കമാണെങ്കിൽ സമത്വ പറയട്ടെ എന്നാ പറയാം. ആ രീതിയിൽ സമത്വയുടെ ഫത്വക്കും അതിന്റെ നേതാക്കളുടെ വാക്കിനും വിലയുണ്ടായിരുന്ന കാലത്ത് ഇവര് തൊട്ടപ്പുറത്ത് വളപുരത്ത് ഒരു തൊലാഖ് വിവാദം ഉണ്ടാക്കി. വമ്പിച്ച കുഴപ്പം. സമൂഹത്തിലെ പണ്ഡിതന്മാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവർത്തനം. ഈ തൊലാഖ് വിവാദത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായി. പണ്ഡിത സംഘടനകൾക്കും പണ്ഡിതന്മാർക്കും ആ വാക്കുകൾക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന വില കുറക്കുന്ന തമ്മാടിത്തമല്ലേ ചെയ്തത്. ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറ. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രശ്നം, നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ ഓതുന്ന ആൾക്കാരാ. ആ ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞ റസ്മുൽ ഉസ്മാനി വിവാദമുണ്ടാക്കിയത് നിങ്ങൾ മറന്നോ? മുസൈബ് ചുട്ടുകരിക്കണമെന്ന് വരെ പറഞ്ഞു. ഇയാളുണ്ടാക്കിയ വിവാദങ്ങളുടെ എണ്ണം നിങ്ങൾ തസ്ബീഹ് മാലെടുത്ത് എണ്ണിക്കോന്ന് ഞാൻ പറഞ്ഞതാ. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി പരസ്യമായിട്ട്. അടുത്ത കാലത്തൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷപ്പെടുക, പുതിയ പത്രങ്ങൾ ഇറക്കുക, ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാ, രഹസ്യമായ ചില പ്രസിദ്ധീകരണങ്ങൾക്ക് അതൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന പലരും എടുത്തു പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ ഏറെ ബാധിച്ചൊരു പ്രശ്നം ഇവിടെ ഉണ്ടായി, പാഠപുസ്തക വിവാദം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തുന്ന പ്രശ്നം വരെ ഇവിടെ വന്നു. മുസ്ലിം സംഘടനകൾ കോർഡിനേഷൻ ഉണ്ടാക്കി. കോർഡിനേഷന്റെ തലപ്പത്ത് സമത്വം വന്നു. അതെപ്പോഴും ഒരു മുസ്ലിം കോർഡിനേഷൻ കേരളത്തിൽ രൂപീകരിച്ചാൽ അപ്പതിന്റെ തലപ്പത്ത് സമത്വേ വരൂ. കാരണം എന്താ, അവിടെ വരുന്ന എല്ലാ വിദേശ സംഘടനകളും പറയും ജനകീയ അടിത്തറ സമത്വ സമത്വം ലീഡ് ചെയ്യണമെന്ന് പറയും. നമ്മൾ ലീഡ് ചെയ്തെങ്കിൽ വിഷയം ഗ്രാസ് റൂട്ടിലേക്ക് എത്തും. അങ്ങനെ പറയും അവർ. ആ രീതിയിൽ സമത്വ കേരള ജമിയത്തുലമ എന്ന് പറയുന്ന പണ്ഡിത സഭയുടെ തലപ്പത്ത് വന്നു. എല്ലാവരും സഹകരിച്ചു, കേരളത്തിലെ വിദഗ്ധക്കാരൊക്കെ. കാരണം എല്ലാവർക്കും പച്ച വെള്ളം പോലെ ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് നിരീശ്വരത്വ പ്രചരണത്തിന് വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെയ്ത വൃത്തികെട്ട പണിയാണത്. എല്ലാവരും കൂടുന്നു, പക്ഷെ ഇവര് കൂടുന്നില്ല. പാലം വലിച്ചു. 1-2 യോഗത്തിന് വന്ന് പിന്നെ പാലം വലിച്ചു. ഇവരുടെ ഏതോ ഏമാന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി
മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരിൽ നിന്ന് എപ്പോഴും മാറി നിന്ന ചരിത്രമല്ലേ ഉള്ളൂ. വൈരനിര്യാതന ബുദ്ധിയോടെ എതിർപ്പ് കൊണ്ടോ അല്ല പറയുന്ന സത്യമൊന്ന് പഠിച്ചിട്ട് പറ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുപ്രശ്നത്തിൽ അവർ കൂടെ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കൂടെ? അതിന്റെ ഇടയ്ക്കാണ് എന്തൊക്കെ ചെയ്തു. സ്ത്രീകൾക്ക് കുത്തുബോധി കൊടുത്തു വിദേശത്ത് പോയിട്ട്. നിങ്ങൾ വായിച്ചു പത്രത്തില് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് വിവാദമുണ്ടാക്കി. ഒക്കെ കഴിഞ്ഞു. എന്തിനധികം ഇന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ പ്രവർത്തകർക്കെതിരെ ബോർഡ് എഴുതി വെച്ച് നിങ്ങൾ ഭീകരവാദികളാണെന്ന് പറയുന്നവരാ നിങ്ങൾ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ കേരളത്തിൽ സമത്വയുടെ ഏതെങ്കിലും ഒരു ആലിമിനെ CBI തെരഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് പറ. മുഷാവറയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതനെ CBIയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാക്കി മൊഴി കൊടുക്കേണ്ട ഗതികേട് സമത്വയിലെ ഒരു ആലിമിനും വന്നിട്ടില്ല എന്നത് സത്യസന്ധമായി പറയാൻ കഴിയും. ആരാ ഭീകരവാദി? ആരുടെ പേരിലാ
അദ്ദേഹം ദീർഘിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനത്തെ ഒരു മനുഷ്യന്റെ കയ്യിലല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണപ്പെട്ടി ഏൽപ്പിക്കേണ്ടത്? അങ്ങനത്തെ ആളുടെ കയ്യിലല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമ്മൾ ഏൽപ്പിക്കേണ്ടത്? ഭൗതിക മോഹമില്ലാത്തൊരു മഹാനായ പണ്ഡിതൻ, ആ മഹാനയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ രക്ഷസ്ഥാനത്തിരുത്തിയത്? അർഹത അവിടെ ഇരിക്കൂ. ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറഞ്ഞത്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. 4 മുതഅല്ലിമീങ്ങളെയും അദ്ദേഹത്തെയും ഒരു വീടിന്റെ കുടിയിരിക്കൽ ചടങ്ങിന് ക്ഷണിച്ചു. 4 മുതഅല്ലിമീങ്ങളും അദ്ദേഹം ദൂരെയുള്ള ഒരു വീട്ടിൽ ചെന്നു. ആ വീടിന്റെ കുടിയിരിക്കൽ ആരംഭിക്കുക. അവിടെ മൗലിദ് ഓതി സുബഹി നിസ്കരിച്ചു കൊടുത്ത് പോരാനാ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പോയി. ആ വീട്ടുകാരൻ സമ്പന്നനായ മനുഷ്യൻ കൈമടക്ക് കൊടുത്തപ്പോ പറഞ്ഞു, 100 രൂപ വീതം കുട്ടികൾക്ക് കൊടുക്കുക, 500 രൂപ ഉസ്താദ് എടുക്കുക. 100 രൂപ വീതം കുട്ടികൾക്ക് കൊടുക്കുക, 500 രൂപ ഉസ്താദ് എടുക്കുക. അദ്ദേഹം അത് കൊണ്ടുപോകുന്ന വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു, അതിൽ പങ്കെടുത്തൊരു മുതഅല്ലിം എന്നോട് പറഞ്ഞു. അതിൽ പങ്കെടുത്തൊരു മുതഅല്ലിം നേരിട്ട് പറയുന്നു, പള്ളിയിൽ വന്ന് എണ്ണി നോക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ 100 കൊടുത്തു, ഉസ്താദ് 500 എടുത്തു. അന്നൊക്കെ നല്ല സംഖ്യയാണത്. ഒരു 100 ബാക്കിയാണ്. കൊടുത്തവന് പഴച്ചതോ അല്ലെങ്കിൽ മൊത്തം മനുഷ്യ പിന്നെ കണക്കൂട്ടി എന്താ പറയുക, 1000 രൂപ കൊടുത്തിട്ടുണ്ട്, 4 കുട്ടികളെ പോയിട്ടുള്ളൂ, 400 രൂപ കുട്ടികൾക്ക്, 500 രൂപ ഉസ്താദിന്, ബാക്കി 100 രൂപ ബാക്കി. ഉസ്താദ് എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ 100 രൂപ മക്കളെ നമുക്ക് ഹലാലല്ല, ഈ 100 രൂപ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം അങ്ങോട്ട്. ദൂരെയുള്ള ആ വീട്ടിലേക്ക് ഒരു മുതഅല്ലിം ഈ 100 രൂപയുമായി കയറി ചെല്ലുമ്പോ ആ മനുഷ്യന്റെ വികാരം ഓർക്കണം നിങ്ങൾ. ഇത്ര വലിയ സൂക്ഷ്മത പുറത്തുന്ന ഒരു പണ്ഡിതനാണ് എന്റെ വീട് ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം ഓർക്കണം. ആ സംഗതി കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ സൂഫികളായ മഹത്തുക്കൾ, സുന്നത്തി ജമാഅത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്നൊരു പേന കടം വാങ്ങി എഴുതാൻ മറന്ന് കീശയിലിട്ട് പോന്നു. ഖുറാസാനിലെത്തി. ഖുറാസാനിൽ നിന്ന് അദ്ദേഹം ഷാമിലേക്ക് നടന്നുപോയൊരു സംഭവം അദ്ദേഹത്തിന്റെ താരീഖിലുണ്ട്. അദ്ദേഹം നടന്നുപോയി ആ പേന തിരിച്ചു കൊടുക്കാൻ ഇന്നത്തെ പോലെ സൗകര്യമുള്ള ആധുനിക പേനയല്ല, ഒരു മുളങ്കോല് പോലത്തെ പേനയായിരിക്കും. ഫീ റദ്ദി കലമിൻ ഇസ്തഅറഹു മിൻഹാ, ചരിത്രത്തിന്റെ വാചകം, ഫീ റദ്ദി കലമിൻ ഇസ്തഅറഹു മിൻഹാ. അവിടുന്ന് കടം വാങ്ങിയ ഒരു പേന തിരിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം നടന്നുപോയ സംഭവം ഒന്ന് ഓർക്കണം നിങ്ങൾ. അതാണ് സമത്വയെ നയിച്ച പണ്ഡിതന്മാർ. ഇന്നലെ കടന്നുപോയ മഹാനായ കണ്യത്തുസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അത് പഴയ പണ്ഡിതനല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കാമായിരിക്കാം. ഇത് ഇന്നലെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മളൊക്കെ കൈപിടിച്ച് ജീവിച്ച ഒരു മഹാൻ. ഓർക്കണം നിങ്ങൾ, നമ്മളൊക്കെ യോത്തിന് വരുമ്പോൾ അദ്ദേഹം കൈ പിടിക്കും, നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും, കൈകൾ ഒഴിഞ്ഞു തരും. ഒരു സ്നേഹം, വല്ലാത്തൊരു മൃദുലത. അതാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹു ഒരു അടിമക്ക് ഇൽമ കൊടുത്താൽ, മാ ആതാഹു അല്ലാഹു അബ്ദൻ ഇൽമൻ ഇല്ലാ ആതാഹു മഅഹു ഹിൽമൻ വതവാദുൻ വരിഫ്ഖൻ വഹുസ്ന ഖുലുഖിൻ. 4 കൊടുക്കുന്ന ശരിക്കൊരു പണ്ഡിതന് യഥാർത്ഥ ഇൽമ പടച്ചടപ്പ് കൊടുത്താൽ ഹിൽമു കൊടുക്കും, തവാദു കൊടുക്കും, റിഫ്ഖ് കൊടുക്കും, അതുപോലെ തന്നെ ഹുസ്നുൽ ഖുലുഖ് കൊടുക്കും. വദാലിക അലാമത്തുൽ ഈമാൻ, അതാണ് ഈമാന്റെ ലക്ഷണം. ഫഹുവ ഇമാമുൽ മുത്തഖീൻ, അവനാണ് മുത്തഖീങ്ങളെ ഇമാം. അങ്ങനത്തെ മുത്തഖീങ്ങളെ ഇമാമിന്റെ പിന്നിലേ നമ്മൾ നിന്നിട്ടുള്ളൂ. മുടി വിറ്റ് കാശാക്കുന്ന കപടന്മാരെ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ മുത്തഖീങ്ങളെ നമ്മളെ ഇമാമ്. മുത്തഖീന്റെ ലക്ഷണം എന്താ? ഉസ്താദിന്റെ വീട്ടിലൊരു കുട്ടി വന്നു, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അദ്ദേഹം ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഒരു കുട്ടി സമ്പന്നനായി മാറിയപ്പോ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ വീട്ടിൽ ഇൻവെർട്ടർ വെച്ചിട്ടെ, ഒരു ഇൻവെർട്ടർ, കറണ്ട് പോയാൽ ഉപയോഗിക്കുന്ന ഒരു ബദർ സംവിധാനം, ഒരു ഇൻവെർട്ടർ. അത് പറഞ്ഞപ്പോ ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. അവനെ ചായയൊക്കെ കൊടുത്ത് സൽക്കരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോ അവൻ പോകാൻ സമയത്ത് പിന്നെയും സമ്മതം ചോദിക്കാം. ഉസ്താദിന്റെ വീട് കണ്ടവർക്കറിയാം, ഉസ്താദിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് അതേ വളപ്പിൽ ഒരു മനോഹരമായ കൊച്ചു പള്ളിയുടെ ആ പള്ളി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഉസ്താദ്. ആ പള്ളി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു, അത് റബ്ബിന്റെ വീടാണ്, അവിടെയാണ് എപ്പോഴും വെളിച്ചം വേണ്ടത്, അതുകൊണ്ട് വെളിച്ചം അവിടെ ഉണ്ടാവട്ടെ, അവിടെ ഇൻവെർട്ടർ വെച്ചോ, പിന്നെ നോക്കാം. തന്റെ വീട്ടിൽ ഇൻവെർട്ടർ വെച്ചാൽ അള്ളാഹുവിന്റെ ഭവനം അപ്പുറത്തുള്ളപ്പോൾ അവിടെ വെക്കുന്നതിന് മുമ്പ് വെച്ചു എന്ന കുറ്റമുണ്ടാകുമോ? ഒരു പേടി. സത്യത്തിൽ അതൊരു തെറ്റല്ലല്ലോ. തന്റെ വീട്ടിലൊരു ബദൽ സംവിധാനം എന്ന രീതിയിൽ തന്റെ മുത്തഅല്ലിമ ഹലാലായ പണം കൊണ്ട് വെച്ചു കൊടുക്കുന്നത് സ്വീകരിച്ചൂടെ? അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ ലാ യബ്ലുൽ അബ്ദു അയ്യകൂന മിനൽ മുത്തഖീൻ, ഒരടിമയും മുത്തഖീങ്ങളുടെ ഗണത്തിലേക്ക് ഉയരുകയില്ല, അവൻ എത്തുകയില്ല. ഹത്താ യദഅ മാ ലാ ബൗസ ബിഹി, ഒരു തെറ്റുമില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നത് വരെ. ഹദറം മിമ്മാ ബിഹി ബൗസുൻ, ഹദറം മിമ്മാ ബിഹി ബൗസുൻ, തെറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് തെറ്റില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നത് വരെ ഒരു മനുഷ്യനും മുത്തഖിയാവില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ജാതി മുത്തഖീങ്ങളാണ് നമ്മളെ ഇമാമ് നിന്നിട്ടുള്ളത്. അങ്ങനത്തെ മഹാന്മാരെ കണ്ടാൽ നമ്മൾ പഠിച്ചത്. അങ്ങനത്തെ മഹാനായ കണ്ണിയത്തിന്റെ കോടതി കേട്ടിട്ട് സമൂഹ മധ്യത്തിൽ സമത്തെ അപമാനിച്ചവർ ഈ സമൂഹത്തിന്റെ മുമ്പത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പോലും അപമാനിക്കുമ്പോ അതിനെതിരെ മഹല്ലത്തിലെ ജനങ്ങൾ ഉണരണം. നിങ്ങൾക്കറിയോ, സുന്നി സംഘത്തിന്റെ സമത്തയുടെ 85ാം വാർഷിക സമ്മേളന വേദിയിൽ വെച്ച് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഈ മുടിയും കൊണ്ടുവരുന്നവരെ സമൂഹം പുറങ്കാല കൊണ്ട് തട്ടും, അത് കാലത്തിന്റെ സാക്ഷി അടയാളമാണ്. കാലത്തിന്റെ മാറിൽ കുറിച്ചിട്ടൊരു മാർക്കാണത്. തീർത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും, അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ മഹല്ലത്തിൽ നിന്നും സമൂഹം ഇവിടെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തിടുമെന്ന കാര്യം ഉറപ്പാണ്.
ആ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ഉണർന്ന് ചിന്തിക്കുക. ഈ പോയ മഹത്തുക്കളുടെ ജീവിതം അവരൊക്കെ ശരിക്ക് ഞാൻ പാർഡൂസാന്റെ കഥ അടുത്ത് പറയാൻ സമത്തിന്റെ ഓരോ ആലമ്യങ്ങളും മരിക്കുമ്പോൾ ഞാൻ അവരെ കുറിച്ച് പഠിച്ചിട്ട് ഈ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, അവരൊക്കെ ആ രീതിയിൽ മുത്തക്കിങ്ങളായി ജീവിച്ചവരാ. മരിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഭാര്യയോട് കുളിപ്പിക്കാൻ പറഞ്ഞു. ഭാര്യ കുളിപ്പിച്ചു. കുളിപ്പിക്കുന്നതിന് മുമ്പ് ഭാര്യയോട് പറഞ്ഞു അത്ര, നീ എന്നെ ശരിക്കും കുളിപ്പിച്ചോ, ഇനിയൊരു പക്ഷേ നിനക്ക് ഇങ്ങനെ എന്നെ കുളിപ്പിക്കാൻ പറ്റിയെന്ന് വരൂല. കുളിപ്പിച്ചു കഴിഞ്ഞ് ബെഡിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞു അത്രേ, നീ എന്നെ നന്നായി കുളിപ്പിച്ചു, ഇനി എന്നെ കുളിപ്പിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കള് പറയുന്നു, ഉമ്മാന്റെ മുഖത്ത് നോക്കി ബാപ്പ ഓതി കൊടുക്കുക, യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. നാളെ മരിക്കുന്ന മനുഷ്യൻ തലേ ദിവസം ഉമ്മാന്റെ മുഖത്തോ ഭാര്യന്റെ മുഖത്ത് നോക്കി പറയാം. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു ആയത്തിന്റെ അവസാന ഭാഗം, ഫഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹി ഹും ഫീഹാ ഖാലിദൂൻ. മരിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഓതുന്ന ആയത്ത് അതിങ്ങനെ ആവർത്തിച്ച് ഓതുക. അവരൊക്കെ വെളിപ്പാടകലെ മരണമെത്തിയ വിവരം നേരത്തെ അറിഞ്ഞതെങ്ങനെയാ? അതാണ് നമ്മുടെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെയായിരുന്നു. മാനു മുസ്ലിയാർ അങ്ങനെയായിരുന്നു. വീട്ടിൽ നിന്നൊരു മുണ്ട് കരുതി വെച്ചുകൊണ്ട് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട അദ്ദേഹത്തിന്റെ കഥ പലപ്പോഴും നമ്മൾ കേട്ടതാണ്. നമ്മുടെ നേതാക്കളൊക്കെ അങ്ങനെയാ. അവരൊക്കെ മരണപ്പെട്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളൊന്ന് പോയിട്ട് മനസ്സിന്റെ ഒരു കോണിൽ ഈ നേതാക്കളെ വെച്ചിട്ട് ഈ മുടിവിറ്റി കാശാക്കുന്നവരെ മറുതട്ടിൽ വെച്ചിട്ട് തൂക്കി നോക്ക് മനസ്സിൽ. അപ്പം മനസ്സ് പറയും എവിടെ നിൽക്കണം. ഈ മഹല്ലത്തിനെ പുലർത്തിയവരും ഈ ഉമ്മത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോലാഹലം ഉണ്ടാക്കിയവരും എവിടെ നിൽക്കുന്നു, ഈ നേതാക്കൾ എവിടെ നിൽക്കുന്നു, ഒന്ന് ആലോചിക്കുക, പഠിക്കുക. എന്നിട്ട് മഹല്ല് ഭാരവാഹികളൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇത്തരം ആളുകളെന്ന് കരുതിയിരിക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിലേക്കും കേരള മുസ്ലിമീങ്ങളുടെ ഐക്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞു, സംഘടനയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നേതൃത്വത്തിൽ വൻ നുസുഹുലി അഇമ്മത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ അനുയായികൾക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണം, നേതൃത്വത്തിലുള്ള ഒരു വിശ്വാസം, അവരുടെ ഒരു ഗുണകാംക്ഷ. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, കേരള മുസ്ലിം നേതൃത്വം പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെയും സമത്തയുടെയും കരങ്ങളിൽ ഭദ്രമാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമാണ്. പോസ്റ്റർ കണ്ടിട്ടല്ല, പ്രചരണം കൊണ്ടല്ല ഈ ആളുകൾ വന്നത്. ഈ ആത്മീയ തറവാടിനോടുള്ള ഒരു മാനസികമായ ഐക്യം കൊണ്ടാണ്. അവിടെ നിൽക്കാനുള്ള ഒരു സന്ദേശമാണ് ജാമിയയുടെ സമ്മേളനവും സമത്തയുടെ നേതാക്കളുടെ സാന്നിധ്യവും പാണക്കാട് കുടുംബത്തിന്റെ അമരത്തുള്ള ഈ പ്രവർത്തനവും നമുക്ക് തരുന്നത്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പടച്ചറപ്പ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ സഹപ്രവർത്തകൻ അബ്ദുൽ ഹമീദ് വൈസി കൂടി പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്ന അപകടമായിരിക്കും. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.